അങ്ങ് പറഞ്ഞതുപോലെ ഇതിനകത്തൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെങ്കിൽ അതിലൊരു ഭാഗത്ത് RSS ആണ് എന്നത് വ്യക്തമായല്ലോ എന്ന് താങ്കൾ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് RSS അല്ലെങ്കിൽ BJP നിൽക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ മറുഭാഗത്ത് മറ്റാരെങ്കിലും നിൽക്കണം. ആ മറുഭാഗത്ത് നിൽക്കുന്നത് ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത് VS സുനിൽകുമാർ? അല്ല, അത് പോലീസിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അവർ സഹായിച്ചിട്ടുണ്ടോ? ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ പകരമുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ പൂരവുമായി ബന്ധപ്പെട്ട് അതിന്റെ തലേ ദിവസം ആ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള പല സംഭവവികാസങ്ങളെ ഒരുമിച്ച് കൂട്ടിവെച്ച് വായിച്ച് നോക്കേണ്ടതുണ്ട്. അല്ല, എന്റെ സംശയം ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ ഗൂഢാലോചന നടത്തുന്നതാണ്, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണോ താങ്കളുടെ ആരോപണം? അല്ല, രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ഞാൻ രാഷ്ട്രീയക്കാർ തമ്മിൽ ഗൂഢാലോചന ഞാൻ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടുള്ള ആ ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. ഗുണഭോക്താക്കൾ എന്തായാലും ഒരു കാര്യം ഉറപ്പല്ലേ, ഞങ്ങളാരും അല്ലല്ലോ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ. ഞങ്ങൾ ഗുണഭോക്താക്കളാക്കാൻ കഴിയില്ലല്ലോ. ശരി, അത് വ്യക്തമാണ്. പക്ഷേ VS സുനിൽകുമാറിന്റെ സംശയം, അതായത് ഇപ്പോൾ ഈ വിവരാവകാശ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഒന്ന് തുടരണം. ഞാൻ ഈ ഏപ്രിൽ 23 മുഖ്യമന്ത്രി പറഞ്ഞ വാചകം നമുക്കൊന്ന് കേൾക്കാം. അങ്ങേക്ക് കേൾക്കാൻ സാധിക്കും? അങ്ങ് ഒന്ന് കേൾക്കൂ. എന്താണ് മുഖ്യമന്ത്രി ഏപ്രിൽ 23 ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് കേട്ടിട്ട് നമുക്കൊന്ന് വരാം. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള ഗൗരവമായ അന്വേഷണം നടക്കുകയാണ്. സർക്കാരിന് ഒട്ടേറെ പരിമിതികളുടെ ഒരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ തുടക്കം മുതലേ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരെന്ന് പ്രത്യക്ഷത്തിൽ ആക്ഷേപമുയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് നിലപാടെടുത്തു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാം. അതായത് സ്ഥലം മാറ്റുന്നതടക്കം പിന്നീട് DGPക്ക് അടുത്തൊരു ബൈറ്റും കൂടിയുണ്ട്, അടുത്തൊരു പ്രതികരണം കൂടി വരുന്നുണ്ട്. അതിൽ ഈ DGPക്ക് നിർദ്ദേശം നൽകിയതായിട്ടും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ടിരിക്കുന്ന ഒരു അന്വേഷണത്തെ ഉദ്യോഗസ്ഥർ ചേർന്ന് അട്ടിമറിച്ചിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത് VS സുനിൽകുമാർ? അല്ല, അത് ഉറപ്പായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രമാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിച്ചതെന്നും അന്വേഷണം നടക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഇപ്പോ DGPയുടെ ഓഫീസിൽ നിന്നും അങ്ങനെ ഒരു അന്വേഷണത്തെ പറ്റി അറിവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായി ഗവൺമെന്റ് കാണേണ്ട ഒരു കാര്യമാണ്. അതിന് അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന് ഈ ഇത്രയും രാഷ്ട്രീയമായ ഒരു വിവാദം കൂടി ഉൾപ്പെടുന്ന ഒരു സംഗതിയിൽ ഇങ്ങനെ ഒരു മറുപടി എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് മാത്രമല്ല, ഇവിടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴി രേഖപ്പെടുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. അപ്പൊ മൊഴി രേഖപ്പെടുത്തി ഒക്കെ പോയിട്ടുള്ള മണിക്കൂറുകളോളം ഇരുത്തി അവരെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷം ഇപ്പോ അത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹൈക്കോടതിയില് മൊഴികളെടുക്കുന്നു, അന്വേഷണം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറയുന്നു, DGPക്ക് നിർദ്ദേശം കൊടുത്തതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു. അങ്ങനെ ഒരു അറിയിപ്പ് രേഖാമൂലം മുഖ്യമന്ത്രി തന്നെ പുറത്തിറക്കുന്നു. അതിനുശേഷം 5 മാസത്തിന് ശേഷം അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ലെന്ന് DGPയുടെ ഓഫീസ് തന്നെ പറയുമ്പോൾ അന്വേഷണം അട്ടിമറിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. അതെന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അത് വളരെ ഞെട്ടൽ മാത്രമല്ല, എനിക്ക് വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ അതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഇതിന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് എന്തായിരുന്നു? പൂരം അലങ്കോലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട അവർക്ക് നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതില് ഞാൻ മനസ്സിലാക്കിയത് പോലീസിന്റെ ഭാഗത്ത് റിപ്പോർട്ട് ഹൈക്കോടതിയാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ BJP നേതാക്കന്മാർക്ക് ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കണമെന്നോ ഒന്നും ആരും പറയുന്ന കേൾക്കാനില്ല. പിന്നെ ഈ കമ്മീഷണർക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്ന് നടപടി എടുക്കുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു, നമുക്കതറിയാം. ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് കമ്മീഷൻ മാറ്റുന്നത്. കമ്മീഷനെ മാറ്റാൻ അല്ല, ഞാൻ പറഞ്ഞു ആ കമ്മീഷൻ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ആരാണെന്നറിയാമോ? ആ കമ്മീഷൻ മാറ്റുമെന്ന് പറഞ്ഞത് അവിടുത്തെ BJP സ്ഥാനാർത്ഥി ജയിച്ച ആൾ വന്നപ്പോ ആദ്യം പറഞ്ഞൊരു കാര്യം കമ്മീഷൻ മാറ്റാൻ പാടില്ല. അതെ, പക്ഷെ മാറ്റിയത് ടെക്നിക്കൽ ഇന്റലിജൻസിലേക്കാണ്, SP ആയിട്ടാണ് മാറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അത് മാറ്റിയത് ഏത് സ്ഥലത്തേക്ക് ആയിക്കോട്ടെ, അദ്ദേഹത്തെ അതിന്റെ ഭാഗമായിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഒരു ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അതിനെ മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് ആരാണ്?
പോലീസാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞ് ആദ്യം പ്രചരിപ്പിച്ച ആളുകൾ തന്നെ അയാൾ മാറ്റാൻ പാടില്ലെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യക്തത വരേണ്ടത് രാഷ്ട്രീയമായ കാര്യത്തിന്റെ മാത്രമല്ല, തൃശ്ശൂർ പൂരം അടുത്ത കൊല്ലം നടക്കുമ്പോൾ വളരെ ഐക്യത്തോടും സ്നേഹത്തോടും. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ ശ്രീ വി എസ് സുനിൽകുമാർ, ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറി CP ജില്ലാ സെക്രട്ടറിയും തൃശ്ശൂരിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറിയും ADGP അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രണ്ട് വ്യത്യസ്ത കോൺടാക്സുകൾ. ഒന്ന് വയനാട് ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട്, ഇവിടെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട്. വി എസ് സുനിൽകുമാർ, ഈ 5 മാസമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADGPയോട് ആവശ്യപ്പെട്ടിട്ട് ADGP റിപ്പോർട്ട് കൊടുക്കാതെ അങ്ങനെ അന്വേഷണം നടന്നിട്ടില്ല എന്ന് വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി നൽകണമെങ്കിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് അത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അതിൽ സംശയം ജനിപ്പിക്കുന്നതല്ലേ? ദുരൂഹമല്ലേ? അല്ല, ADGP അല്ലല്ലോ അന്വേഷണം പ്രഖ്യാപിച്ചത്, മുഖ്യമന്ത്രിയും ഗവൺമെന്റ് അല്ലേ? അതെ, മുഖ്യമന്ത്രിയും ഗവൺമെന്റും അന്വേഷിച്ച റിപ്പോർട്ടല്ല ഇപ്പൊ കാണില്ല എന്ന് പറയുന്നത്. അപ്പൊ അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. അതിനകത്ത് ആരൊക്കെ കക്ഷികളാണെന്നൊക്കെ അന്വേഷണത്തിന് ഭാഗമായിട്ട് വരട്ടെന്ന്. താങ്കൾ ഇനി അടുത്ത നടപടി എന്താണ്? താങ്കൾ ഇപ്പോൾ എല്ലാം സംശയങ്ങളുള്ളത് പൊതുസമൂഹത്തോട് തുറന്നു പറയേണ്ടി വരും, നിർബന്ധിതനാകുമെന്ന് താങ്കൾ പറഞ്ഞതായി കേട്ടു. അല്ല, അത് വരട്ടെ, ഞാൻ അതിന്റെ സമയമാകുമ്പോ പറയുള്ളൂ. നമുക്കിപ്പോ അതിനകത്ത് വേറെ ആശങ്കകളൊന്നുമില്ല. അത് സമയമാകുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയും. എന്തായാലും ഇത് ഇനി ഏത് അമ്മേനൊക്കെ അപ്പം പറഞ്ഞാലും ശരി, നമ്മൾ ഈ വിഷയത്തെ ഓർക്കുന്നത്. അതായത് ഇതൊരു അന്വേഷണത്തെ അട്ടിമറിച്ചു എന്ന് സംശയമുണ്ടാക്കുന്നതാണ് ഈ മറുപടി അല്ലേ? ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അട്ടിമറി എന്താണെന്നുള്ളത് പുറത്തു വരുന്നവരതിന്റെ ഒപ്പം ഞാൻ നിൽക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. താങ്ക് യു ശ്രീ വി എസ് സുനിൽകുമാർ. നമുക്ക് കൂടുതൽ പ്രതികരണം അടുത്ത ഘട്ടത്തിൽ എടുക്കാം. ഇപ്പോൾ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പറഞ്ഞത് DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്നൊരു പ്രതികരണം കൂടി മുഖ്യമന്ത്രി തന്നെ നമ്മളോട് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടുവരാം. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ തുറന്നെന്താണോ വേണ്ടത് ആ നടപടി എടുക്കാവുന്നതാണ്. മുഖ്യമന്ത്രി ഉത്തരവിട്ട ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് വിവരാവകാശ രേഖയിൽ മറുപടിയായി എങ്ങനെ വരും എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും ഒടുവിൽ വിവരാവകാശ രേഖ പ്രകാരം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അന്വേഷണം നടക്കുന്നില്ല എന്നൊരു വിവരം പുറത്തു വരുമ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി 5 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ആവിയായിപ്പോയോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പാർട്ടിയും മറുപടി പറയേണ്ടി വരും. റിപ്പോർട്ട് തയ്യാറാക്കാൻ DGP ആവശ്യപ്പെട്ടിരിക്കുന്ന MR അജിത് കുമാർ മറുപടി പറയേണ്ടി വരും. മൊഴികളെടുത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പും മറുപടി പറയേണ്ടി വരും. ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അന്വേഷണത്തെ അട്ടിമറിച്ചിരിക്കുന്നു എന്നൊരു സംശയം CPIക്കുണ്ട്. അത് ബലപ്പെടുകയാണ്. VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. CPI കേന്ദ്രങ്ങളിലും അത് വല്ലാത്ത ആഘാതമുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,